എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഹലുവയാണ് തയ്യാറാക്കുന്നത്. ഇതിലോട്ട് നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചെറിയ ചക്കക്കുരാണ് കേട്ടോ, ഞാനൊരു 36 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് ഒരു 4-5 വിസിലടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ചക്കക്കുരു നമുക്ക് സ്റ്റൗ കത്തിച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് മറ്റു കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സോളിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് അവലിട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് വറക്കാം. ഇതുപോലെ ക്രിസ്പി ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോരുത്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അവൽ തണുത്തതിന് ശേഷം ഞാൻ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അവൽ ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ചക്കക്കുരു നമ്മൾ വേവിച്ചെടുത്തു. ഇപ്പോൾ ആ കുക്കറിലെ പ്രഷറെല്ലാം മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചക്കക്കുരുവൊക്കെ നല്ലതായിട്ടൊന്ന് വെന്തൊന്ന് നോക്കാം. ഞാനിപ്പോൾ 4 വിസിലടുപ്പിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചക്കക്കുരു ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ ആ പുറത്തുള്ള തൊലി അങ്ങ് ഇളക്കി കളയണം. ചക്കക്കുരുവൊക്കെ നല്ലതായിട്ട് തണുത്തു. ഇനി ഇതിൻ്റെ പുറത്തുള്ള ആ തൊലി അങ്ങ് ഇളക്കി കളയാം. എല്ലാ ചക്കക്കുരുവിൻ്റെയും തൊലി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. വലിയൊരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ട് അതിലോട്ട് ഞാൻ 1.5 കപ്പ് വെള്ളം 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കിയ തേങ്ങാപ്പാലാണിത് കേട്ടോ. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് പാല് ചക്കക്കുരുവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ചക്കക്കുരു നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സൈഡിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമ്മൾ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത്. ഈ ശർക്കരപ്പാനി നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കരപ്പാനി നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതേ രീതിയിലൊന്ന് തിക്കായി വരുമ്പോൾ ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിലോട്ട് വേറെ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും. തേങ്ങാപ്പാൽ ചേർത്തോട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 2 നുള്ളി ഉപ്പുപൊടിയും പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. കുറച്ചുകൂടി ഒന്ന് തിക്കായി വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതൊന്നുകൂടി ഒന്ന് കട്ടിയാവുന്നവരെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് കട്ടിയായി ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞ് ആ പരുവം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നോക്കി ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് സമയം കൂടെ 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കാം. ഇപ്പോൾ അതാ നോക്കിക്കാൻ നമ്മുടെ ഹലുവ റെഡിയായി. പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞും വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലിലുള്ള എണ്ണയാണ് തെളിഞ്ഞു വരുന്നത്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലെ ചെറിയൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് സ്വല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ഹലുവ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം.
ഒരു സ്പൂണും കൊണ്ട് നല്ലതായിട്ട് നമുക്ക് ഇതേ രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ട്രേയിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ കത്തി ഉപയോഗിച്ചതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് കമഴ്ത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളകി വരും. ഞാൻ നോക്കിക്കേ, ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ കൂടെ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. അതുപോലെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്തുണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്കക്കുരു ഒക്കെ ഉള്ള സമയമാണല്ലോ. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.